കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോധയിൽ ചർച്ചയായി കേന്ദ്ര സർക്കാരിന്റെ FCRA നിയമ ഭേദഗതി ബിൽ. ബില്ലിലെ കരട് നിർദ്ദേശങ്ങളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സഭാ അധ്യക്ഷന്മാർ രംഗത്ത് വന്നതോടെയാണ് വിഷയം BJPക്കെതിരായ രാഷ്ട്രീയ ആയുധമാക്കാൻ UDFും LDFും രംഗത്ത് വന്നത്. എന്നാൽ ബില്ലൊരു മതത്തിനെതിരെയല്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിച്ചു. വിദേശ സംഭാവന നിയന്ത്രിക്കാനുള്ള FCRA നിയമത്തിലെ ഭേദഗതിയിൽ CBCI കഴിഞ്ഞ ദിവസം ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. സർക്കാർ ഒരു അതോറിറ്റി ഉണ്ടാക്കി മതസ്ഥാപനങ്ങൾ ഏറ്റെടുക്കാനിടയുണ്ട്. ഇത്തരത്തിലുള്ള ആശങ്കയാണ് സഭ പങ്കുവയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവിധ സഭാ അധ്യക്ഷന്മാരും ബില്ലിനോട് എതിർപ്പുന്നയിക്കുകയാണ്. FCRA ഭേദഗതി ബിൽ അപ്രതീക്ഷിതമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പ്രതികരിച്ചു. ഇപ്പോൾ തന്നെ കർശനമായ ഉപാധികളുണ്ട്. പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഒരു നിയമം കൊണ്ടുവരുന്നത്? വിദേശ സഹായം കുഴപ്പം പിടിച്ച സംഭവമായി കാണുന്നത് എന്തിനാണെന്നും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ചോദിച്ചു. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് സഹായം നൽകാൻ കഴിയുന്നത് FCRA വഴിയാണ്. പാവപ്പെട്ടവരെ സഹായിക്കാൻ നൽകുന്നതാണ് വിദേശ ഫണ്ട്. ഇതിനെ ദേശവിരുദ്ധ പ്രവർത്തനം എന്ന നിലയിൽ കാണുന്നത് വേദനാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമപരമായാണ് പ്രവർത്തിക്കുന്നത്. അതല്ലെങ്കിൽ അത് റദ്ദാക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവയ്ക്കൊക്കെ ഫണ്ട് വരാറുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമ ഭേദഗതി അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. FCRA ഭേദഗതി ബിൽ പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോമസ് തറയിൽ വ്യക്തമാക്കി. FCRA നിയമത്തിലെ ഭേദഗതിയിൽ CBCI നേതൃത്വം പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുന്നുണ്ടെന്നും പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കോഴിക്കോട് ആർച്ച് ബിഷപ്പും KCBC അധ്യക്ഷനുമായ വർഗീസ് ചക്കാലക്കലും പ്രതികരിച്ചു. ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ് ബില്ലെന്ന് CBCIയുടെ ആശങ്ക ഏറ്റെടുത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ BJPയെ LDFും UDFും വെട്ടിലാക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളെ അരക്ഷിതാവസ്ഥയിലാക്കുന്ന FCRA ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനകളെയും അവർക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും നിയമ ഭേദഗതി പ്രതികൂലമായി ബാധിക്കുമെന്നും പുനഃപരിശോധിക്കണമെന്നും കത്തിൽ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ FCRA അതായത് വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലൈസൻസ് പുതുക്കി ലഭിക്കാതിരിക്കുകയോ റദ്ദായ ലൈസൻസ് പുനഃസ്ഥാപിക്കപ്പെടാതിരിക്കുകയോ ചെയ്താൽ സംഭാവന ഉപയോഗിച്ച് വികസിപ്പിച്ച ആസ്തികൾ കേന്ദ്ര സർക്കാരിന് സ്ഥിരമായി ഏറ്റെടുക്കാൻ വ്യവസ്ഥയാണ് വിവാദത്തിന് പ്രധാന ആധാരമായി വരുന്നത്.